ഹലോ വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക്. ചെടികൾ നന്നായി പൂക്കാനും നല്ല ആരോഗ്യത്തോടെ, അതായത് നല്ല ബുഷിയായിട്ട് ലീഫും അതുപോലെ നല്ല വലിപ്പമുള്ള പൂക്കളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണാൻ പോകുന്ന നല്ല ഒരു ഫെർട്ടിലൈസറാണ്. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കയ്യിലും ഒന്നും അഴുക്കാകാതെ. അത് ഒരു ലോങ് ടൈമായിട്ട് നമ്മൾ ചെടിക്ക് നമുക്ക് നല്ല പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അത് DAP എന്ന് പറയുന്ന ഫെർട്ടിലൈസർ. പല കൂട്ടുകാർക്കും അറിയത്തില്ല DAP എന്ന് പറയുന്ന ഫെർട്ടിലൈസറിനെ പറ്റി എന്താണെന്ന് അറിയത്തില്ല. അത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് റിലീസ് ചെയ്യുന്നത് അമോണിയം അതുപോലെ തന്നെ ഫോസ്ഫറസുമാണ്. അപ്പോൾ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയ രണ്ട് ഘടകങ്ങളാണ് അമോണിയം അതേപോലെ തന്നെ ഫോസ്ഫറസും. ചെടികൾ നല്ലപോലെ പൂക്കാനും പിന്നെ അതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റിന് ഒത്തിരി സഹായിക്കുന്നതാണ് ഈ ഒരു ഫെർട്ടിലൈസർ. അതായത് ചെടികൾക്ക് നല്ല വേര് വേണം. നല്ല വേരിന് നല്ല ദൃഢതയും നല്ല ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മണ്ണും അതുപോലെ തന്നെ അതിനാവശ്യമായുള്ള ന്യൂട്രിയൻസും അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളമാണ് ഈ DAP എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, നമ്മുടെ കടുകുമണി പോലെ വളരെ ചെറിയ, കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇതാണ് DAP എന്ന് പറയുന്ന ഫെർട്ടിലൈസർ. അപ്പോൾ ഇത് നമ്മൾ ഇടാൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. ഒരു ചെടിയുടെ ചുവട്ടിൽ നമുക്കൊരു 4-5 മണി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അവിടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നൊരു സാധനമാണ്. വാട്ടർ സോൾവെൻ്റാണ്. അതായത് നമ്മൾ ഇട്ട് കൊടുക്കുക, അത് പെട്ടെന്ന് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പതുക്കെ സ്ലോലി അത് റിലീസ് ചെയ്യും. സഡനായിട്ട് നമ്മൾ മറ്റ് ഫെർട്ടിലൈസറുകളെ പോലെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അബ്സോർബായി പോകത്തില്ല. പക്ഷേ എന്നാൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ചെടികൾക്ക് വേണ്ട വളരെ ചെറിയ അളവിൽ അത് ഡൈല്യൂട്ടായി ചെടികളുടെ വേരിന് അത് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കൈ കൊണ്ടൊക്കെ ഇടുമ്പോൾ നല്ലപോലെ കൈ വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലൂടെയൊക്കെ അബ്സോർബ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ, അലർജി അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുമാത്രമല്ല, നമ്മൾ അറിയാതെ ഇൻജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ പെട്ടെന്ന് താഴ്ന്നു പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. പിന്നെ ഈ DAPയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂക്കളും അതുപോലെ തന്നെ കായ്കളും ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു കാര്യം, നമ്മൾ മണ്ണിലിടുമ്പോൾ ഇത് സ്ലോ റിലീസ് ഗ്രാനുവൽസാണ്. അതായത് വളരെ സ്ലോലിയാണ് ഇത് അബ്സോർബ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ചെടികൾ നമ്മൾ പെട്ടെന്ന് ഉണങ്ങി പോകുന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക, ഇതുപോലെ ചേർത്തങ്ങിടാതെ ഇച്ചിരി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഗ്രാജുവലി ഇത് റിലീസ് ചെയ്യുന്നത് കൊണ്ട് ചെടികളുടെ ആ മണ്ണിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ ഒരു മോയ്സ്ചർ നിലനിർത്താനും സഹായിക്കുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഈ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. പല കൂട്ടുകാർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല പൂക്കളുണ്ടാകാനും, പൂക്കൾ ഇപ്പോൾ മുരടിച്ച് നിൽക്കുന്ന റോസിനൊക്കെ ആണെങ്കിൽ ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പ്രയോജനപ്പെടും. റോസ് അതുപോലെ തന്നെ ചെമ്പരത്തി, ബൊഗെയിൻവില്ല ഇതുപോലുള്ള ചെടികൾക്കൊക്കെ ഇത് ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. നല്ല പൂക്കളും അതുപോലെ തന്നെ കായ്ക്കാത്ത മാവ്, പ്ലാവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുകൂടി ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഫ്രൂട്ട്സ് ചെടികൾക്കും നല്ല പഴച്ചെടികൾക്ക് ഇത് ഇടുകയാണെങ്കിൽ നല്ലപോലെ പൂത്ത് കായ്ക്കാനും ഇത് സഹായിക്കും. ഞാനൊരു ബോട്ടിലാണ് വാങ്ങിയത്. ഈ ഒരു ബോട്ടിലിനകത്ത് നിറച്ച് ഇതുപോലെ ഗ്രാനുവൽസാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിയ DAPയുടെ ബോട്ടിൽ. അപ്പോൾ ഇത് ബോട്ടിലും വാങ്ങാൻ കിട്ടും, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാക്കറ്റിലെ കവറിലും ഇത് വാങ്ങാൻ ലഭ്യമാണ്. ഇത് കണ്ടോ, വളരെ ഈസിയാണ്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടച്ചു വെക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് 20 to 30 ഗ്രാം once in 30 days ആണ്. ഒരു 30 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു 20 മുതൽ 30 ഗ്രാം ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ എന്ന രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ നമ്മുടെ ചെടികൾക്ക്, പൂക്കുന്ന ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പഴച്ചെടികൾക്കും ഒക്കെ ഇതിട്ട് കൊടുക്കാറുണ്ട്. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ NPK പോലെ തന്നെ ചെടികൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വളമാണിത്.
പിന്നെ മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോഴത്തെ ഈ ചൂട് കാരണം നമ്മളിതിന് മണ്ണ് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം വളം DAPയുടെ ഗ്രാനുവൽസ് ഇട്ടതിന് ശേഷം തൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ മണ്ണിലെ ജലാംശം നിന്ന് ചെടികൾ ഉണങ്ങിപ്പോകാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ അത് സഹായിക്കും. ഈ ഒരു ടെക്നിക്ക് ചെയ്തു നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഉണങ്ങിയ കരിയിലയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെടികളുടെ ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല പോലെ വരും. മൾച്ചിങ് എന്ന് പറയുമല്ലോ, മൾച്ചിങ്ങിൻ്റെ വേറൊരു രീതിയിലാണ് ഞാൻ നമ്മുടെ ഈ തൊണ്ട് വെച്ച് കൊടുത്തേക്കുന്നത്. ചെടികൾക്കൊരു തണുപ്പും മണ്ണിന് തണുപ്പും ഒക്കെ കിട്ടുകയും ചെയ്യും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ചൂട് നമ്മുടെ ചെടികൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് ഉണങ്ങിപ്പോകും. അത് ഉണങ്ങിപ്പോകാതിരിക്കാനാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ DAP നമ്മൾ ഇടുന്നത് മെയിനായിട്ട് നമ്മുടെ ക്രോപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പൂക്കളാണേലും കായ്കളാണേലും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ DAP അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ DAP ഒക്കെ ചെടികൾക്ക് ഇട്ട് കൊടുത്ത് നിങ്ങളുടെ റിസൾട്ട് എല്ലാം താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇതാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് താഴെ അറിയിക്കാൻ മറക്കരുത്. DAP നമ്മൾ ഔട്ട്ഡോറിലുള്ള നമ്മൾ വെളിയിലെ ചെടികൾക്ക് മാത്രമല്ല, നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികൾക്കും ഒക്കെ നമുക്ക് ഈ DAP യൂസ് ചെയ്യാൻ പറ്റും. ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിന് നമുക്ക് DAP അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ഓർണമെൻ്റൽ പ്ലാന്റ്സിന്, നമ്മുടെ മണി പ്ലാന്റ്സിന്, ഹാങ്ങിങ് പ്ലാന്റ്സിന് എല്ലാം ഒരുപോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് പേർ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്. ഒത്തിരി പേർക്ക് അറിയാം DAP ഒക്കെ അവൈലബിൾ ആയിട്ട് ഒത്തിരി നാൾ കൊണ്ട്. പഴയ ഫെർട്ടിലൈസർ, ഇത് പുതിയതൊന്നുമല്ല, പഴയതായി തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care friends. Bye bye. See you next video.